ഞാൻ വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്തെടുത്തൊരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിനിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഇതാ 150 ചെയിൻ ഇട്ട് വെച്ച് ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ള കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവന്നു. ഇനി അടുത്ത് ചെയ്യുന്ന ഇതിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 3 ചെയിനിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്ന് ചെയിനായില്ല, 3 ഡബിൾ ക്രോഷ്യ. നാലാമത്തേൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. എന്നാലേ ഇതാവുള്ളൂ, ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിപ്പോവും. അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്ത് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നല്ല റൗണ്ട് ഷേപ്പ് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ അതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വന്നുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന അവിടെ 3 ചെയിനുണ്ട്, 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിനുണ്ട്. 2 ചെയിനിട്ടിട്ട് ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇതേമാതിരി ഒരു ബോക്സ് ഉണ്ടാക്കും. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഈ ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്, ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ബോക്സ് ഉണ്ടാക്കി ചെയ്തുകൊണ്ട് വരണം. അതേമാതിരി ഇത് ബോക്സ് ഇട്ടുകൊണ്ട്
രണ്ടാമത്തെ വരിയും കൂടെ ഇതേമാതിരി 2 ലൈന് ഒരു 2 ചെയിനിടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബോക്സ് ഇതേമാതിരി ഒരു ലൈനും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അല്ലേ 2 ചെയിന് ചെയ്ത മാതിരി ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തുകൊണ്ട് ഒരു റൗണ്ടും കൂടെ ഈ ബോക്സ് ഉണ്ടാക്കുക. 2 ലൈന് ഞാൻ ഫുള്ളായിട്ട് തുന്നിയെടുത്തുകൊണ്ട് ബോക്സും ഇനി അടുത്ത ഒരു ലൈനും കൂടെ ഇതേമാതിരി തയ്ച്ചെടുക്കണം. എന്നിട്ട് വേറെ സ്റ്റിച്ച് ഇട്ടിട്ട് അതേമാതിരി 2 ചെയിനിടുക. ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് വീണ്ടും 2 ചെയിനിടുക. എന്നിട്ടൊരു ഡബിൾ ക്രോഷേ അവിടെ ചെയ്തെടുക്കുക. അതേമാതിരി 3 ഇതേമാതിരി എടുക്കുക. ഒന്നിട്ട് ചുറ്റും കൂടെ ചുറ്റി കൊണ്ടുവരണം. എന്നിട്ട് കഴിഞ്ഞിട്ട് കാണിക്കുക. അതേമാതിരി ഞാൻ 3 ലൈന് ഫുള്ളായിട്ട് തുന്നി വെച്ചു. അടുത്ത ഞാൻ 2 ലൈന് 2 ബോക്സ് തുന്നി വെച്ചു എന്നേ ഉള്ളൂ. അടുത്ത കാണിച്ചത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ചെയിനിട്ടിട്ട് ഇതെവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇത് സിംഗിൾ ക്രോഷയിൽ ജോയിൻ്റ് ആകും. അപ്പോൾ അത് അതേമാതിരി ഉണ്ടാവുകയാണ്. പിന്നെ വീണ്ടും 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് അടുത്ത ഈ ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് 8 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വന്നിട്ട് എന്താ കാര്യം അതിൽ കൂടെ നൂല് കുടുങ്ങിയിട്ട് പോയി. അറിയില്ല. 8 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. 2 എണ്ണമായി. അഞ്ച് ഡബിൾ ക്രോഷേ. ഇതിൽ 3 എണ്ണം കൂടെ ചെയ്തെടുക്കുക. എട്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേമാതിരി വന്നു. ഇനി അടുത്ത 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അടുത്ത വീണ്ടും 2 ചെയിനിടുക. ഇട്ടതിന് ശേഷം ഈ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അതേമാതിരി വന്നുകൊണ്ട് ഇനി അടുത്ത 2 ചെയിൻ ഇട്ടിട്ട് 3 ബോക്സ് ഉണ്ടാക്കി വെക്കുക.
കണ്ടോ, അതേമാതിരി ഞാൻ 3 ബോക്സ് ഉണ്ടാക്കി. അടുത്ത 2 ചെയിൻ ഇട്ടിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ ഉണ്ടാക്കി. ഉണ്ട്. പിന്നെ ഈ റോളിൽ 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ചെയ്തെടുത്തില്ലേ, അതേമാതിരി തന്നെ 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി ഇവിടെ 2 ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ട് ഈ ബോക്സിൻ്റെ അകത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്ന് ഇനി ഇതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേമാതിരി അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് ഇത് ചെയ്തെടുത്തുകൊണ്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇവിടെയും ചെയ്ത് ഇനി അടുത്തതിൻ്റെ റൗണ്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ കുറച്ച് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചു. ഇതേമാതിരി ഉണ്ടാവും അടുത്ത റൗണ്ടിൽ സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ ചെയ്ത് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 ചെയിൻ ഇടാം. ശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ചെയിൻ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തിട്ട് 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇത് ചെയ്യുക. അപ്പോൾ ഒരു ജോയിൻ്റ് ആക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് മാരി വന്നിട്ടുണ്ട്. അടുത്ത ഇനി 2 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എടുത്തിട്ട് 4 ചെയിൻ ഇടുക. ഇനി വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്ത ചെയിനിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ അതേമാതിരി ചെയ്ത് വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒന്നൊരു ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്യേണ്ട 4 ചെയിൻ ഇടണേ. രണ്ട് ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ 4 ചെയിൻ ഇടുക. രണ്ട് ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ട് ഇതാ അങ്ങനെ വന്നില്ലേ.
അപ്പോൾ ഇവിടെ എത്രണ്ണം വന്നു നോക്കാം. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ എത്രണ്ണമായി? 1 2 3 4 5. 5 വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് വീണ്ടും 4 ചെയിൻ ഇടുക. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ഇത് 2 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി കഴിഞ്ഞു. ഇനി അടുത്തതിൻ്റെ മുകളിൽ 2 ചെയിൻ ഇട്ടിട്ട് ഈ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. ഇവിടെ കണ്ടു. ഇനി അടുത്ത് 2 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. ഇവിടെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് 4 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി 2 ചെയിൻ ഇടുക. ചെയിനിട്ട് ഇതേമാതിരി തന്നെ ചെയ്ത്. അപ്പോൾ ഇവിടെ നടുക്കിലിത് അവിടെ ഇതേമാതിരി വരും. കണ്ടേ, നടുക്കിൽ ഇതേമാതിരി വരും. ഇവിടെ ഇതേമാതിരി വന്നുകൊണ്ട് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. എന്നാൽ ഇവിടുത്തെ ഈ വർക്ക്, ഇതിൻ്റെ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.